എല്ലാവർക്കും നമസ്കാരം. ഇന്റർലെസന്റെ പുതിയൊരു സെക്ഷനിലേക്ക് ഏവർക്കും സ്വാഗതം. ഇന്ന് നമ്മൾ നാഷണൽ എഡ്യൂക്കേഷൻ പോളിസി 2020 ബന്ധപ്പെട്ടിട്ടുള്ള ക്വസ്റ്റ്യൻസ് ആണ് വർക്ക് ചെയ്യാൻ പോകുന്നത്. അപ്പോൾ ഈ നാഷണൽ എഡ്യൂക്കേഷൻ പോളിസി 2020 എന്നുള്ള ടോപ്പിക്ക് പഠിക്കാതെ നമ്മൾ HSCയുടെ എക്സാമിന് നിങ്ങൾ പോകണ്ട. അപ്പോൾ നമുക്ക് ക്വസ്റ്റ്യൻസിലേക്ക് കിടക്കാം. ഫസ്റ്റ് ക്വസ്റ്റ്യൻ, NEP 2020 റീപ്ലേസ്ഡ് വിച്ച് പ്രീവിയസ് എഡ്യൂക്കേഷൻ പോളിസി? NEP 2020 റീപ്ലേസ്ഡ് വിച്ച് പ്രീവിയസ് എഡ്യൂക്കേഷൻ പോളിസി എന്ന് പറയുമ്പോൾ നമ്മുടെ ഏത് വിദ്യാഭ്യാസ നയം മാറ്റി കൊണ്ടുവന്നതാണ് നാഷണൽ എഡ്യൂക്കേഷൻ പോളിസി 2020 എന്നുള്ളത്. ഓക്കെ, അപ്പോൾ 2020 പുത്തൻ വിദ്യാഭ്യാസ നയം മാറ്റി സ്ഥാപിച്ച പഴയ വിദ്യാഭ്യാസ നയം ഏത് എന്നാണ് ചോദ്യം. Option A, National Policy on Education 1986, B, Education Policy 1992, C, Right to Education Act 2009 and D, National Curriculum Framework 2005. ഏതായിരിക്കും ആൻസർ? 1986 വിദ്യാഭ്യാസ നയം പരിഷ്കരിച്ചിട്ടാണ് ഏത് നമ്മളുടെ 2020 പുത്തൻ വിദ്യാഭ്യാസ നയം കൊണ്ടുവന്നിരിക്കുന്നത്. ഒപ്പം ഓപ്ഷൻ എ ആണ് ആൻസർ, നാഷണൽ പോളിസി ഓൺ എഡ്യൂക്കേഷൻ 1986. ഓക്കെ, സെക്കൻഡ് ക്വസ്റ്റ്യൻ, വാട്ട് ഈസ് ദ ന്യൂ സ്കൂൾ സ്ട്രക്ചർ അണ്ടർ NEP 2020? 2020 നാഷണൽ എഡ്യൂക്കേഷൻ പോളിസി അനുസരിച്ച് പുതിയ സ്കൂൾ സ്ട്രക്ചർ എങ്ങനെയാണ് എന്നാണ് ചോദ്യം. ഓപ്ഷൻ എ 10+2, B 5+3+3+4 and C 6+4+2, D 4+4+4. ഏതായിരിക്കും ആൻസർ? പുതിയ വിദ്യാഭ്യാസ നയം അനുസരിച്ച് ഇനി സ്കൂൾ സ്ട്രക്ചർ എങ്ങനെയായിരിക്കണം? 5+3+3+4. ഓപ്ഷൻ ബി ആണ് ആൻസർ. ഓക്കെ, ഇതിന്റെ ഡീറ്റെയിലിങ് ഞാൻ വീഡിയോയുടെ ലാസ്റ്റ് കാണിക്കുന്നുണ്ട്, അത് പറഞ്ഞു തരാം. അപ്പൊ അതൊന്നുകൂടെ ക്ലിയർ ആകും. ഓക്കെ, ഇത് മനസ്സിലാക്കുക. പുത്തൻ വിദ്യാഭ്യാസ നയം അനുസരിച്ച് 5+3+3+4 എന്നുള്ളതാണ് നമ്മുടെ സ്ട്രക്ചർ. ഇനി തേർഡ് ക്വസ്റ്റ്യൻ, അപ് ടു വിച്ച് ഗ്രേഡ് ഡസ് NEP 2020 റെക്കമെൻഡ് ടീച്ചിങ് ഇൻ ദ മദർ ടങ്? അപ് ടു വിച്ച് ഗ്രേഡ് ഡസ് NEP 2020 റെക്കമെൻഡ് ടീച്ചിങ് ഇൻ ദ മദർ ടങ്? എന്താ പറഞ്ഞിരിക്കുന്നത്? മാതൃഭാഷയിൽ പഠനം ഏത് ഗ്രേഡ് വരെ ആയിരിക്കണമെന്നാണ് ചോദ്യം. ഓപ്ഷൻ എ ഗ്രേഡ് 2, ഓപ്ഷൻ ബി ഗ്രേഡ് 5, ഓപ്ഷൻ സി ഗ്രേഡ് 10 ആൻഡ് ഡി ഗ്രേഡ് 12. മാതൃഭാഷയിൽ പഠനം ഗ്രേഡ് 5 വരെ, അതാണ് നമ്മുടെ പുതിയ വിദ്യാഭ്യാസ നയം അനുസരിച്ച് വരുന്നത്. അത് പ്രിഫറബിളി എത്ര വരെ പോകാം? 8 വരെ പോകാം എന്നാണ് പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ ഓപ്ഷൻ ബി ആണ് ആൻസർ, ഗ്രേഡ് 5 പ്രിഫറബിളി ടിൽ ഗ്രേഡ് 8 എന്നുള്ളതാണ് ആൻസർ. ഓക്കെ, നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, വാട്ട് ഈസ് ദ മെയിൻ എയിം ഓഫ് NEP 2020? പുതിയ വിദ്യാഭ്യാസ നയത്തിന്റെ പ്രധാന ലക്ഷ്യം എന്താണ് എന്നാണ് ചോദ്യം. ഓപ്ഷൻ എ, മേക്ക് എഡ്യൂക്കേഷൻ മോർ എക്സ്പീരിയൻഷ്യൽ ആൻഡ് മൾട്ടി ഡിസിപ്ലിനറി, B, impart human values to all students, and C, improve learning using technology, D, all of the above. എന്തായിരിക്കും പുതിയ വിദ്യാഭ്യാസ നയത്തിന്റെ പ്രധാന ലക്ഷ്യം എന്ന് പറയുന്നത്? എന്തൊക്കെയായിരിക്കാം? മേക്ക് എഡ്യൂക്കേഷൻ മോർ എക്സ്പീരിയൻഷ്യൽ ആൻഡ് മൾട്ടി ഡിസിപ്ലിനറി. എന്താ പറഞ്ഞിരിക്കുന്നത്? പഠനം അനുഭവപരവും അതേപോലെ തന്നെ ബഹുമുഖവുമാക്കുക, മൾട്ടി ഡിസിപ്ലിനറി. ബി, ഇമ്പാർട്ട് ഹ്യൂമൻ വാല്യൂസ് ടു ഓൾ സ്റ്റുഡൻസ്. എന്താ പറഞ്ഞിരിക്കുന്നത്? മനുഷ്യ മൂല്യങ്ങൾ വിദ്യാർത്ഥികൾക്കിടയിൽ വളർത്തുക എന്നുള്ളതാണ് രണ്ടാമത്തെ ഓപ്ഷൻ. സി, ഇംപ്രൂവ് ലേണിംഗ് യൂസിങ് ടെക്നോളജി. സാങ്കേതിക വിദ്യയിലൂടെ പഠനം മെച്ചപ്പെടുത്തുക എന്നുള്ളതാണ് നാലാമത്തെ ഓപ്ഷൻ. ഇതെല്ലാം ഉൾപ്പെടുന്നതാണ് എന്നാണ് കൊടുത്തിരിക്കുന്നത്. എന്തായിരിക്കും നോക്കിക്കേ, നമുക്ക് ആദ്യത്തെ ഓപ്ഷൻ നോക്കിയാലോ. മേക്ക് എഡ്യൂക്കേഷൻ മോർ എക്സ്പീരിയൻഷ്യൽ ആൻഡ് മൾട്ടി ഡിസിപ്ലിനറി, അത് പുതിയ വിദ്യാഭ്യാസ നയത്തിന്റെ പ്രധാന ലക്ഷ്യമാണ് അല്ലേ. അടുത്തത്, ഇമ്പാർട്ട് ഹ്യൂമൻ വാല്യൂസ് ടു ഓൾ സ്റ്റുഡൻസ്, എല്ലാ വിദ്യാർത്ഥികൾക്കിടയിലും എന്ത് വേണം? മൂല്യം വളർത്തിയെടുക്കണം അല്ലേ. അടുത്തത്, ഇംപ്രൂവ് ലേണിംഗ് യൂസിങ് ടെക്നോളജി, ടെക്നോളജി ഉപയോഗിച്ചുകൊണ്ട് ലേണിംഗ് മെച്ചപ്പെടുത്തുക. അപ്പോൾ ഈ 3 ഓപ്ഷൻസും നമുക്ക് ഒഴിവാക്കാൻ പറ്റില്ല. ആൻസർ ഏതാണ്? ഓപ്ഷൻ ഡി ആണ് ആൻസർ, ഓൾ ഓഫ് ദി എബവ്. ഓക്കെ, നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, വാട്ട് ഈസ് ദ GER ടാർജറ്റ് ബൈ 2035? GER ടാർജറ്റ് എന്താണ്? GER ടാർജറ്റ് എന്ന് പറഞ്ഞാൽ ഗ്രോസ് എൻറോൾമെന്റ് റേഷ്യോ എന്നുള്ളതാണ് കേട്ടോ. 2035 5ഓടുകൂടി ഗ്രോസ് എൻറോൾമെന്റ് റേഷ്യോ എത്രയാകണം എന്നാണ് ചോദ്യം. ഓപ്ഷൻ എ 50%, ബി 40%, സി 35%, ഡി 60%. ഞാൻ ആൻസർ ആദ്യം ഒന്ന് പറഞ്ഞോട്ടെ. 50% ഇവിടെ ആൻസർ എന്ന് പറയുന്നത് കേട്ടോ. 50% ആണ് ഗ്രോസ് എൻറോൾമെന്റ് റേഷ്യോ എന്ന് പറയുന്നത്.
അതായത് 2035 നമ്മുടെ GER പുതിയ വിദ്യാഭ്യാസ നയം 2020 അനുസരിച്ച് GER 50% ആയിരിക്കണം. ഈ ഗ്രോസ് എൻറോൾമെന്റ് റേഷ്യോ എന്ന് പറഞ്ഞാൽ ഹയർ എഡ്യൂക്കേഷനിൽ 50% ഗ്രോസ് എൻറോൾമെന്റ് റേഷ്യോ GER നേടുക എന്നുള്ളതാണ് ഉദ്ദേശിക്കുന്നത്. ഉയർന്ന വിദ്യാഭ്യാസത്തിൽ കേട്ടോ, ഉന്നത വിദ്യാഭ്യാസ തലങ്ങളിൽ. അപ്പോൾ ഇവിടെ ഉദ്ദേശിക്കുന്നത് 18 വയസ്സ് മുതൽ 23 വയസ്സ് വരെയുള്ള യുവാക്കളിൽ 50% 2035 ഏതെങ്കിലും തരത്തിലുള്ള ഉയർന്ന വിദ്യാഭ്യാസത്തിൽ ചേർന്നിരിക്കണമെന്നാണ് ഇതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഒന്നുകൂടി പറയാം, 18 വയസ്സിനും 23 വയസ്സിനും ഇടയിലുള്ള യുവാക്കളിൽ 50% ഏതെങ്കിലും രീതിയിലുള്ള ഉയർന്ന വിദ്യാഭ്യാസത്തിൽ അവർ പഠനത്തിനായി ചേർന്നിരിക്കണം എന്നുള്ളതാണ് ഈ ഗ്രോസ് എൻറോൾമെന്റ് റേഷ്യോ കൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഓക്കെ, അപ്പൊ ഏതെങ്കിലും കോളേജിലോ അല്ലെങ്കിൽ ഏതെങ്കിലും യൂണിവേഴ്സിറ്റീസിലോ അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു തൊഴിൽ പരിശീലനം കൊടുക്കുന്ന സ്ഥാപനത്തിലോ ഒക്കെ ഹയർ എഡ്യൂക്കേഷന് വേണ്ടിയിട്ട് ഈ 18-നും 23 വയസ്സിനും ഇടയിലുള്ള കുട്ടികൾ, 18 മുതൽ 23 വയസ്സ് വരെയുള്ള യുവാക്കളിൽ 50% പേരും ഇതിനകത്ത് ഏതെങ്കിലുമൊക്കെ മേഖലകളിൽ അവർ ഹയർ എഡ്യൂക്കേഷനായിട്ട് ചേർന്നിരിക്കണം എന്നുള്ളതാണ് ഈ ഗ്രോസ് എൻറോൾമെന്റ് റേഷ്യോ കൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഓക്കെ ആണെന്ന് കരുതുന്നു. അത് എത്രയാണെന്ന് ചോദിച്ചാൽ 50% ആണ്. ഓക്കെ, ഇപ്പൊ 2018 ഈ GER എന്ന് പറയുന്ന ഏകദേശം ഒരു 26.3% ആയിരുന്നു. 26.3%. അപ്പൊ 2035 കൂടി എത്രയാകും? 50% ആയിരിക്കണമെന്നാണ് പറഞ്ഞിരിക്കുന്നത്. ഇനി അടുത്ത ചോദ്യം, വാട്ട് ഈസ് ദ ഫോക്കസ് ഓഫ് വൊക്കേഷണൽ എഡ്യൂക്കേഷൻ? എന്താ പറഞ്ഞിരിക്കുന്നത്? തൊഴിൽ വിദ്യാഭ്യാസത്തിന്റെ ലക്ഷ്യം എന്താണ്? ഓപ്ഷൻ എ സ്കിൽ ഡെവലപ്മെന്റ്, ബി only എക്സാംസ്, സി only തിയററ്റിക്കൽ നോളജ്, ഡി only ആർട്സ്. എന്തായിരിക്കും? വൊക്കേഷണൽ എഡ്യൂക്കേഷൻ എന്തിനാണ് നമ്മൾ സാങ്കേതിക വിദ്യാഭ്യാസം സ്കില്ല് ഡെവലപ്പ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് അല്ലേ? അപ്പോൾ ഓപ്ഷൻ എ ആണ് ആൻസർ, സ്കിൽ ഡെവലപ്മെന്റ് ആണ്. 7th question, what is the age group for early childhood care? early childhood care അപ്പോൾ എന്താണ്? പ്രാരംഭ ശിശു പരിപാലനത്തിന്റെ അല്ലെ പരിചരണത്തിന്റെ എന്താണ് ആ ഒരു സ്റ്റേജ് ആണ് ചോദിച്ചിരിക്കുന്നത്, പ്രായപരിധിയാണ് ചോദിച്ചിരിക്കുന്നത്, ഏജ് ഗ്രൂപ്പ്. ഓക്കെ, അപ്പോൾ ഏർലി ചൈൽഡ്ഹുഡ് കെയറിന്റെ ഏജ് ഗ്രൂപ്പാണ് ചോദിച്ചിരിക്കുന്നത്. ഓപ്ഷൻ എ 3 to 6, ബി 4 to 7, സി 2 to 5, ഡി 5 to 8. ഏതായിരിക്കും? ഏർലി ചൈൽഡ്ഹുഡ് എന്ന് പറയുമ്പോൾ എത്ര വരും? ഓപ്ഷൻ എ ആണ് ആൻസർ, 3 to 6 ആണ്. 3 to 6 ഇതെല്ലാം നമ്മൾ ലാസ്റ്റിൽ ഡിസ്കസ് ചെയ്യുന്നുണ്ട്. ഇപ്പൊ നിങ്ങൾ ആൻസറിലേക്ക് നോക്കുക. വാട്ട് ഈസ് ദ ഏജ് ഗ്രൂപ്പ് ഫോർ ഏർലി ചൈൽഡ്ഹുഡ് കെയർ എന്ന് ചോദിച്ചാൽ ഏതാണ്? 3 to 6 ആണ് ഏർലി ചൈൽഡ്ഹുഡ് കെയർ. Then next question, what advantage does the Academic Bank of Credit provide students? What advantage does the Academic Bank of Credit, ABC എന്ന് പറയും കേട്ടോ, ABC Academic Bank of Credit provides students. എന്താ പറഞ്ഞിരിക്കുന്നത്? ഈ അക്കാഡമിക് ബാങ്ക് ഓഫ് ക്രെഡിറ്റ്സിൽ വിദ്യാർത്ഥികൾക്ക് നൽകുന്ന പ്രധാന പ്രയോജനം എന്ത് എന്നാണ് ചോദ്യം. ഓപ്ഷൻ എ ട്രാൻസ്ഫർ ക്രെഡിറ്റ്സ് ബിറ്റ്വീൻ ഇൻസ്റ്റിറ്റ്യൂഷൻസ്, ഓപ്ഷൻ ബി only റെക്കോർഡ് എക്സാംസ്, സി ലിമിറ്റ് കോഴ്സസ്, ഡി only ഓഫ്ലൈൻ സബ്മിഷൻ. എന്തായിരിക്കും ഈ അക്കാഡമിക് ബാങ്ക് ഫോർ ഓഫ് ക്രെഡിറ്റ് എന്ന് പറഞ്ഞാൽ ABC എന്നുകൊണ്ട് ഉദ്ദേശിക്കുന്നത്? നമ്മുടെ പുതിയ വിദ്യാഭ്യാസ നയം അനുസരിച്ച് ABC എന്ന് പറയുമ്പോൾ എന്താണ്? ഇതൊരു എന്താണ് നമുക്ക് ലഭിക്കുന്ന വിദ്യാർത്ഥിക്ക് ലഭിക്കുന്ന, അതായത് ഒരു വിദ്യാർത്ഥി ഒരു കോളേജിൽ ചേർന്ന് കഴിയുമ്പോൾ ആ കുട്ടിക്ക് ലഭിക്കുന്ന, നമ്മൾ സാധാരണ മാർക്കല്ലേ നമുക്ക് ലഭിക്കുന്നത്, നമ്മൾ ഒരു അക്കാഡമിക് ഇയർ പൂർത്തിയാക്കി കഴിയുമ്പോഴത്തേക്കിന് നമ്മളുടെ ആ പ്രയത്നത്തിന് നമുക്ക് എന്താണ് നമ്മുടെ യൂണിറ്റ് ഓഫ് ലേണിംഗ് എന്ന് പറയാം. ഈ ABC എന്ന് പറഞ്ഞാൽ യൂണിറ്റ് ഓഫ് ലേണിംഗ് ആണ്. അപ്പോൾ അത് മാർക്ക് രൂപത്തിലാണ് നമുക്ക് ലഭിക്കുന്നത്. ഇതിനെ എന്താണ് ഒരു പോയിന്റ് ആയിട്ട് ഇനി കണക്കാക്കും. മനസ്സിലായോ? അപ്പോൾ ഒരു വർഷം ഇപ്പം ഞാൻ BComന് കേരള യൂണിവേഴ്സിറ്റിയിൽ ഫസ്റ്റ് ഇയർ ചേർന്ന് നിന്നിരിക്കട്ടെ. അപ്പോൾ ആ ഒരു വർഷം ഞാൻ പൂർത്തിയാക്കി കഴിയുമ്പോൾ എനിക്ക് ABC എന്നും പറഞ്ഞൊരു അക്കാഡമിക് ക്രെഡിറ്റ് ലഭിക്കും. എന്നിട്ട് 2ാം വർഷമായപ്പം ഞാൻ കേരള യൂണിവേഴ്സിറ്റിയിൽ നിന്ന് മാറിയിട്ട് ഞാൻ എന്ത് ചെയ്യുന്നു? NG യൂണിവേഴ്സിറ്റിയിൽ ചേരുകയാണ്. അങ്ങനെ NG യൂണിവേഴ്സിറ്റിയിലോട്ട് പോകുമ്പോൾ സാധാരണ നിലയ്ക്ക് എന്താണ്, നമ്മൾ യൂണിവേഴ്സിറ്റിയൊക്കെ മാറുമ്പോൾ ഒരുപാട് ബുദ്ധിമുട്ടുകൾ നമുക്കുണ്ടായിരുന്നു ഇല്ലേ? ഇനി അതുണ്ടാകില്ല. അപ്പോൾ ഈ ABC കൊണ്ട് എന്താണ് നേട്ടം? ഈ സ്കോറിനെ നമുക്ക് ഒരു സ്ഥാപനത്തിൽ നിന്നും മറ്റൊരു സ്ഥാപനത്തിലേക്ക് നമുക്ക് എന്ത് ചെയ്യാം? ട്രാൻസ്ഫർ ചെയ്യാനുള്ള സൗകര്യമുണ്ട്. അപ്പോൾ ഫസ്റ്റ് ഇയറിൽ ഞാൻ ഇവിടെ പഠിച്ച് എനിക്ക് കിട്ടിയ സ്കോറിനെ നമുക്ക് അവിടെ കൊണ്ടുവന്ന് സെക്കൻഡ് ഇയറിൽ ഞാൻ അവിടെ അടുത്ത എന്താണ് കോഴ്സിന് ചേർന്നാൽ മതി. അവിടെ എനിക്ക് സെക്കൻഡ് ഇയർ തൊട്ട് പഠിക്കാം. ഫസ്റ്റ് ഇയറിലെ ആ മാർക്ക് എനിക്ക് എന്ത് ചെയ്യും? അവിടെ ക്രെഡിറ്റ് ആയിട്ട് കിടക്കും. അതൊരു ഡിജിറ്റൽ പ്ലാറ്റ്ഫോമിൽ
നമുക്ക് അവിടെ സൂക്ഷിക്കും. അപ്പൊ ഇത് നമുക്ക് എന്ത് ചെയ്യാം, അടുത്ത യൂണിവേഴ്സിറ്റിയിലോ അല്ലെങ്കിൽ ഒരു കോളേജിലോ ഒക്കെ നമുക്ക് മാറുമ്പോൾ, യൂണിവേഴ്സിറ്റീസ് മാറിയാൽ പോലും എന്താണ്, നമുക്ക് അവിടെ നമ്മുടെ ഈ മാർക്ക് നഷ്ടപ്പെടുന്നില്ല. അത് നമുക്ക് മറ്റൊരു ഇൻസ്റ്റിറ്റ്യൂഷനിലേക്ക് എന്ത് ചെയ്യാം, ട്രാൻസ്ഫർ ചെയ്യാനുള്ള സൗകര്യമാണ് ഇനി മുതൽ ലഭിക്കുക. അതാണ് ഈ ABC അക്കാഡമിക് ബാങ്ക് ഓഫ് ക്രെഡിറ്റ് എന്ന് പറയുന്നത്. അപ്പൊ ഇത് ഇൻട്രൊഡ്യൂസ് ചെയ്തത് മിനിസ്ട്രി ഓഫ് എഡ്യൂക്കേഷൻ ആണ്. ഇത് ഇംപ്ലിമെന്റ് ചെയ്യുന്നത് UGC ആണ്. അപ്പൊ ABC എന്നുള്ള അക്കാഡമിക് ബാങ്ക് ഓഫ് ക്രെഡിറ്റ് അത് ഇംപ്ലിമെന്റ് ചെയ്യുന്ന UGC ആണെന്നുള്ളത് ഓർക്കുക. ഇത് തുടങ്ങി വെച്ചത് 2021 കൂടി ഒന്ന് ഓർത്ത് വെക്കുക. മനസ്സിലായോ? അപ്പൊ ഇത് പ്രത്യേകം ശ്രദ്ധിക്കുക. അക്കാഡമിക് ബാങ്ക് ഓഫ് ക്രെഡിറ്റ് എന്ന് പറയുന്നത് നമ്മളെ എന്തിനാ സഹായിക്കുക, ട്രാൻസ്ഫർ ക്രെഡിറ്റ് ബിറ്റ്വീൻ ഇൻസ്റ്റിറ്റ്യൂഷൻ. ഓപ്ഷൻ A ആണ് ആൻസർ. Then next question, what structure replaced the 10+2 system under NEP 2020? നമ്മൾ നേരത്തെ പറഞ്ഞതാണിത്. 10+2 എന്നുള്ളതാണ് നമ്മളുടെ സ്ട്രക്ചർ. അത് എന്ത് ചെയ്യുകയാണ്, പുതിയ വിദ്യാഭ്യാസ നയത്തോടു കൂടി അത് റീപ്ലേസ് ചെയ്യുകയാണ് ചെയ്യുന്നത്. അപ്പോൾ ഇവിടെ എന്താ സംഭവിക്കുന്നത്, ഇവിടെ ഏത് സ്ട്രക്ചർ ഇനി വരുന്നത്, പുതിയ സ്ട്രക്ചർ നമുക്കറിയാം 5+3+3+4 ആണ് അല്ലേ. ഓപ്ഷൻ B ആണ് ആൻസർ, 5+3+3+4. ദെൻ 10ാമത്തെ ക്വസ്റ്റ്യൻ, ഹൗ ഷുഡ് സബ്ജക്ട്സ് ബി ടോട്ട് അക്കോർഡിംഗ് ടു NEP 2020? എന്താ പറഞ്ഞിരിക്കുന്നത്, 2020 പുത്തൻ വിദ്യാഭ്യാസ നയം അനുസരിച്ച് പ്രധാന വിഷയങ്ങൾ അല്ലെങ്കിൽ അത് പ്രകാരം വിഷയങ്ങൾ എങ്ങനെ പഠിപ്പിക്കണം എന്നുള്ളതാണ്. സബ്ജക്ട്സ് be taught according to NEP 2020. Option A, traditional streams only. B, interdisciplinary approach. C, arts only. D, science only. ഇതൊന്നും ഒരു സംശയമൊന്നും ആർക്കും വേണ്ട. കാര്യം എന്താണ്, നമ്മൾ സബ്ജക്റ്റുകൾ എങ്ങനെയാണ് പഠിക്കേണ്ടത്, ഇന്റർ ഡിസിപ്ലിനറി അപ്രോച്ചിലായിരിക്കണം ഇല്ലേ. അപ്പോൾ ഓപ്ഷൻ B ആണ് ആൻസർ, ഇന്റർ ഡിസിപ്ലിനറി അപ്രോച്ച്. അവിടെ ഏതെങ്കിലും ട്രഡീഷണൽ സ്ട്രീംസ് മാത്രം പഠിച്ചാൽ പോരാ. ഇപ്പോൾ എക്സാമ്പിൾ ആയിട്ട് ഇപ്പോൾ +2 ചേരുന്ന ഒരു കുട്ടിയെ സംബന്ധിച്ചിടത്തോളം ഇപ്പോഴും നമ്മളത് തുടങ്ങിയിട്ടുണ്ട്. അതായത് ഇപ്പോൾ കൊമേഴ്സിന് ചേർന്നിരിക്കട്ടെ, +2 കൊമേഴ്സിന് ചേർന്ന ഒരു കുട്ടിയെ സംബന്ധിച്ചിടത്തോളം ട്രഡീഷണൽ സബ്ജക്റ്റുകളിൽ നിന്ന് മാറി അവൻ എന്താണ്, ചില ഓപ്ഷണൽ സബ്ജക്റ്റുകളൊക്കെ പഠിക്കാനുള്ള ഒരു അവസരമുണ്ട് ഇല്ലേ. അപ്പോൾ അവിടെ ആ പരമ്പരാഗത രീതിക്ക് മാറ്റം വന്നിട്ട് പുതിയ ഇഷ്ടമുള്ള ചില സബ്ജക്റ്റുകൾ കൂടി നമുക്ക് എന്ത് ചെയ്യാം, അതിനകത്ത് ഉൾപ്പെടുത്തി അങ്ങനെ ഒരു ഇന്റർ ഡിസിപ്ലിനറി അപ്രോച്ച് ആണ് ഇനി പുതിയ വിദ്യാഭ്യാസ നയം അനുസരിച്ച് നടപ്പിലാക്കുന്നത്. ഓക്കെ. ദെൻ 11th ക്വസ്റ്റ്യൻ, വാട്ട് ഈസ് ദ ടാർഗറ്റ് ഗ്രോസ് എൻറോൾമെന്റ് റേഷ്യോ ഇൻ ഹയർ എഡ്യൂക്കേഷൻ ബൈ 2035? നമ്മൾ നേരത്തെ നോക്കിയതാണ്. അപ്പോൾ ഇത് GR റേറ്റ് എത്രയാണ്, 50% ആണ്. അതെല്ലാവർക്കും അറിയാലോ, 50%. ദെൻ 12th ക്വസ്റ്റ്യൻ, അറ്റ് വിച്ച് ഗ്രേഡ് ക്യാൻ വൊക്കേഷണൽ എഡ്യൂക്കേഷൻ ബിഗിൻ അണ്ടർ NEP 2020? ഏത് ഗ്രേഡ് തൊട്ടാണ് തൊഴിൽ വിദ്യാഭ്യാസം ആരംഭിക്കേണ്ടത്, ഏത് ക്ലാസ്സിൽ തൊട്ടാണ് ഈ വൊക്കേഷണൽ വിദ്യാഭ്യാസം ആരംഭിക്കേണ്ടത് എന്നാണ് ചോദ്യം. ഓപ്ഷൻ A, ഗ്രേഡ് 6 to 8. B, ഗ്രേഡ് 9 to 12. C, ഗ്രേഡ് 1 to 5. D, കോളേജ് ലെവൽ ഉള്ളി. ഏത് ഗ്രേഡിലായിരിക്കും വൊക്കേഷണൽ എഡ്യൂക്കേഷൻ, ഏത് ഗ്രേഡിലായിരിക്കും? ഈ നമ്മുടെ പുതിയ വിദ്യാഭ്യാസ നയം അനുസരിച്ച് ഗ്രേഡ് 9 to 12 ആണ് ആൻസർ. ഏതാണ്? ഗ്രേഡ് 9 to 12. നിങ്ങൾ ചാടിക്കയറി 6 to 8 എഴുതി വെക്കരുത്. കാരണം ഈ ടെക്നിക്കൽ സ്കൂളിലേക്കൊക്കെ പോകുന്ന കുട്ടികൾ 8ാം ക്ലാസ്സിൽ ചേരാറുണ്ട് അല്ലേ. അപ്പൊ നിങ്ങൾ അത് സംശയിച്ചുകൊണ്ട് എന്ത് ചെയ്യാൻ പാടില്ല, ഈ 6 മുതൽ 8 എഴുതരുത്. പുതിയ വിദ്യാഭ്യാസ നയം അനുസരിച്ച് എത്രയാണ്, 9 to 12 ആണെന്നുള്ള കാര്യം ഓർത്ത് വെക്കുക. അറ്റ് വിച്ച് ഗ്രേഡ് ക്യാൻ വൊക്കേഷണൽ എഡ്യൂക്കേഷൻ ബിഗിൻ എന്ന് ചോദിച്ചാൽ പുതിയ ഇതനുസരിച്ച് ഗ്രേഡ് 9 to 12 ആണ്. ഓക്കെ. ദെൻ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, വാട്ട് ഈസ് ദ മെയിൻ എയിം ഓഫ് NEP 2020? എന്താണ് മെയിൻ എയിം? മേക്ക് എഡ്യൂക്കേഷണൽ ഓപ്ഷൻ A, make education more experiential and multidisciplinary. B, impart human values to all students. C, improve learning using technology. D, all of the above. നോക്കിക്കോ, ഓരോ ഓപ്ഷനും നോക്കുക. 2020 പുത്തൻ വിദ്യാഭ്യാസ നയം 2020 മെയിൻ എയിം എന്താണ്, ലക്ഷ്യം എന്താണ്? മേക്ക് എഡ്യൂക്കേഷൻ മോർ എക്സ്പീരിയൻഷ്യൽ ആൻഡ് മൾട്ടി ഡിസിപ്ലിനറി ഇല്ലേ. എന്താണ്? അനുഭവപരമായിരിക്കണം. അതേപോലെ തന്നെ എന്താണ്, ബഹുമുഖവുമാക്കി തീർക്കുക. ഇമ്പാർട്ട് ഹ്യൂമൻ വാല്യൂസ്. നമ്മൾ നേരത്തെ ഈ ക്വസ്റ്റ്യൻ പറഞ്ഞിട്ടുള്ളതാണ് അല്ലേ, പ്രീവിയസ് ഇതായിട്ട് നമുക്ക് പല പരീക്ഷകളിൽ ഇപ്പൊ ലേറ്റസ്റ്റ് ആയിട്ട്, കാരണം കറണ്ട് അഫയറിന്റെ ഭാഗമായിട്ട് നിങ്ങൾ ഇത് പഠിച്ചിരിക്കണം. ഓക്കെ. അപ്പൊ ഇമ്പാർട്ട് ഹ്യൂമൻ വാല്യൂസ്, മനുഷ്യ മൂല്യങ്ങൾ ഇമ്പാർട്ട് ചെയ്യുക. അതേപോലെ തന്നെ എന്താണ്, ഇംപ്രൂവ് ലേണിംഗ് യൂസിങ് ടെക്നോളജി, സാങ്കേതികതയിലൂടെ ലേണിംഗ് ഇംപ്രൂവ് ചെയ്യുക എന്നുള്ളത്. ഇതെല്ലാം നമ്മളുടെ പുതിയ വിദ്യാഭ്യാസ നയത്തിന്റെ പ്രധാന ലക്ഷ്യമാണ്, എയിമാണ്. ഓൾ ഓഫ് ദി എബവ് ആണ് ആൻസർ. ദെൻ വാട്ട് ഈസ് ദ മെയിൻ ഒബ്ജക്റ്റീവ് ഓഫ് ടെക്നോളജി എൻഹാൻസ്ഡ് ലേണിംഗ്? എന്താണ് ടെക്നോളജി എൻഹാൻസ്ഡ് ലേണിംഗിന്റെ പ്രധാന ലക്ഷ്യം എന്താണ്? സാങ്കേതിക വിദ്യയിലൂടെ പഠനത്തിന്റെ പ്രധാന ഉദ്ദേശ്യം എന്താണ് എന്നാണ് ചോദ്യം. ഓപ്ഷൻ A, ഇംപ്രൂവ് ലേണിംഗ് ക്വാളിറ്റി. B, റിഡ്യൂസ് ടീച്ചർ വർക്ക് ലോഡ്. C, റീപ്ലേസ് ടെക്സ്റ്റ്
ടെക്സ്റ്റ് ബുക്ക്. ഡി ലിമിറ്റ് ഓഫ്ലൈൻ ക്ലാസ്സസ്. എന്താണ് സാങ്കേതിക വിദ്യയിലൂടെ പഠനത്തിന്റെ പ്രധാന ഉദ്ദേശം എന്ന് പറയുന്നത്? ഇംപ്രൂവ് ലേണിംഗ് ക്വാളിറ്റി ആണ്. എന്താണ്? പഠനം കൂടുതൽ മെച്ചപ്പെടുത്തുക എന്നുള്ളതാണ്. ഇംപ്രൂവ് ലേണിംഗ് ക്വാളിറ്റി. ഓപ്ഷൻ എ ആണ് ആൻസർ. ഓക്കെ. ദെൻ 15ാമത്തെ ചോദ്യം, വിച്ച് ഓർഗനൈസേഷൻ ഈസ് റെസ്പോൺസിബിൾ ഫോർ ടെക്നോളജി റിലേറ്റഡ് ഇനിഷ്യേറ്റീവ് അണ്ടർ NEP 2020? എന്താ ചോദിച്ചിരിക്കുന്നത്? പഠനത്തിന്റെ 2020 നാഷണൽ എഡ്യൂക്കേഷൻ പോളിസി അനുസരിച്ച് സാങ്കേതിക വിദ്യയുമായി ബന്ധപ്പെട്ട് ടെക്നോളജി റിലേറ്റഡ് ആയിട്ട് സംരംഭങ്ങൾ നയിക്കുന്ന സ്ഥാപനം ഏതാണ്, അല്ലെങ്കിൽ അതിനെ നിയന്ത്രിക്കുന്ന സ്ഥാപനം ഏതാണ് എന്നാണ് ചോദ്യം. ഓക്കെ, അപ്പോൾ ഏത് സ്ഥാപനത്തിനാണ് അതിന്റെ ഉത്തരവാദിത്തം എന്നാണ് ചോദ്യം. 2020 പുത്തൻ വിദ്യാഭ്യാസ നയം അനുസരിച്ച് ഈ സാങ്കേതിക വിദ്യയുമായി ബന്ധപ്പെട്ട് ഉള്ള കാര്യങ്ങൾ കൈകാര്യം ചെയ്യുന്ന അത്തരം സംരംഭങ്ങൾ നിയന്ത്രിക്കുന്ന അല്ലെങ്കിൽ അതിന് റെസ്പോൺസിബിൾ ആയിട്ടുള്ള അതിനെ നയിക്കുന്ന സ്ഥാപനം ഏതാണ് എന്നാണ് ചോദ്യം. ഓപ്ഷൻ എ എഡ്ടെക് ഫോറം, ബി നാഷണൽ എഡ്യൂക്കേഷണൽ ടെക്നോളജി ഫോറം, സി ICT കൗൺസിൽ, ഡി ടെക്നോളജി ബോർഡ്. നാഷണൽ എഡ്യൂക്കേഷണൽ ടെക്നോളജി ഫോറം, അതേപോലെ ICT കൗൺസിൽ, എഡ്ടെക് ഫോറം, ഡി ടെക്നോളജി ബോർഡ്. ഏതായിരിക്കും? നിങ്ങളുടെ മനസ്സിൽ ഒരു പക്ഷേ ഓപ്ഷൻ സി ICT കൗൺസിൽ ആയിരിക്കും കിടക്കുക. അതല്ല, നമ്മുടെ പുതിയ വിദ്യാഭ്യാസ നയം അനുസരിച്ച് NEFT എന്ന് പറയുന്ന നാഷണൽ എഡ്യൂക്കേഷണൽ ടെക്നോളജി ഫോറം ആണ് ആൻസർ. ഓക്കെ, അതാണ് ഈ സാങ്കേതിക വിദ്യയുമായി ബന്ധപ്പെട്ടുള്ള കാര്യങ്ങളൊക്കെ ഇനി കൈകാര്യം ചെയ്യുന്നത്. അപ്പൊ ഇത് ഫലപ്രദമായി സാങ്കേതിക വിദ്യ ടെക്നോളജിയൊക്കെ ഫലപ്രദമായി അധ്യാപകർക്കും വിദ്യാർത്ഥികൾക്കും ഉപയോഗിക്കുക അതിന്റെ ഉപയോഗത്തെ സഹായിക്കാൻ വേണ്ടിയിട്ടുള്ള ഒരു ഫോറമാണ് ഈ NETF എന്ന് പറയുന്നത്. ഓക്കെ, അപ്പൊ അധ്യാപകരെയും വിദ്യാർത്ഥികളെയും സാങ്കേതിക വിദ്യ ഫലപ്രദമായി ഉപയോഗിക്കാൻ സഹായിക്കുക, ടെക്നോളജി സംബന്ധിച്ച പോളിസീസ് നിർമ്മിക്കുന്നതിന് വേണ്ട മാർഗനിർദ്ദേശങ്ങളൊക്കെ കൊടുക്കുക തുടങ്ങിയ കാര്യങ്ങളാണ് ഈ NETFന്റെ പ്രധാന ചുമതലകൾ അല്ലെങ്കിൽ അതിന്റെ ഉദ്ദേശം എന്ന് പറയുന്നത്. ഓക്കെ, അപ്പോൾ നാഷണൽ എഡ്യൂക്കേഷണൽ ടെക്നോളജി ഫോറം ആണ് ഈ കാര്യങ്ങളെല്ലാം ഇനി അതിന് ഉത്തരവാദിത്തപ്പെട്ടിരിക്കുന്നത്. ഓക്കെ, ദെൻ 16ാമത്തെ ചോദ്യം, അക്കോർഡിംഗ് ടു NEP 2020 വാട്ട് ഈസ് ദ മിനിമം ക്വാളിഫിക്കേഷൻ ടു ബിക്കം എ ടീച്ചർ ബൈ 2030? നമുക്കറിയാം, ആദ്യം BEd എന്ന് പറയുന്നത് 1 വർഷമായിരുന്നു, പിന്നീട് അത് എത്രയായി? 2 വർഷമാക്കി, ഇല്ലേ? 2 വർഷമാക്കി എന്ന് ആക്കാൻ പോകുന്നു എന്ന് കേട്ടപ്പോൾ ഓടിപ്പോയി BEdന് ചേർന്നവരുണ്ട്, ഇല്ലേ? പിന്നെ അത് കഴിഞ്ഞ് ഇനിയിപ്പോൾ എന്താ വരാൻ പോകുന്നത്? എത്ര വർഷത്തെ BEd ഉണ്ടെങ്കിൽ ഒരു ടീച്ചറായിട്ട് ക്വാളിഫിക്കേഷൻ നേടാൻ കഴിയും എന്നുള്ളതാണ് ചോദ്യം. അപ്പോൾ ഓപ്ഷൻ എ 2 year BEd, ബി 3 year BEd, സി 4 year BEd, ഡി ഡിപ്ലോമ ഇൻ എഡ്യൂക്കേഷൻ. എന്തായിരിക്കും മക്കളെ? 4 വർഷത്തെ BEd ആണ് ഇനി, അല്ലേ? അപ്പോൾ BEd എത്ര വർഷമാകുന്നു? 4 വർഷം. 2030 കൂടിയത് 4 വർഷമാകുന്നു. അപ്പോൾ അതിനു മുമ്പ് BEd എടുക്കുന്നവരൊക്കെ എടുത്തു മാറുക, അല്ലേ? ഇനി 17th ക്വസ്റ്റ്യൻ, NEP 2020 മീഡിയം ഓഫ് ഇൻസ്ട്രക്ഷൻ റെക്കമെൻഡേഷൻ എന്താ പറഞ്ഞേക്കുന്നത്? ഈ പുത്തൻ വിദ്യാഭ്യാസ നയം 2020 റെക്കമെൻഡ് ചെയ്യുന്ന ശുപാർശ ചെയ്യുന്ന പഠന ഭാഷ ഏതാണ് എന്നാണ് ചോദ്യം. ഓക്കെ, ഓപ്ഷൻ എ ഇംഗ്ലീഷ് ഒള്ളി, ബി മദർ ടങ് ഓർ റീജിയണൽ ലാംഗ്വേജ്, സി സാൻസ്ക്രിറ്റ് ഒള്ളി, ഡി ഹിന്ദി ഒള്ളി. ഏതായിരിക്കും? ഓപ്ഷൻ ബി ആണ് ആൻസർ. മദർ ടങ് അല്ലെങ്കിൽ പ്രാദേശിക ഭാഷയാണ് ഈ പുത്തൻ വിദ്യാഭ്യാസ നയം 2020 റെക്കമെൻഡ് ചെയ്യുന്നത് നമ്മളുടെ മദർ ടങ് അല്ലെങ്കിൽ റീജിയണൽ ലാംഗ്വേജ് ആണ്. ഓക്കെ, ദെൻ 18th ക്വസ്റ്റ്യൻ, NEP 2020 സ്കിൽ എഡ്യൂക്കേഷൻ കമ്പൽസറി ഫോർ വിച്ച് ഗ്രേഡ്? അവിടെ ഒരു ഇല്ല ആയിപ്പോയി. NEP 2020 അനുസരിച്ച് സ്കിൽ എഡ്യൂക്കേഷൻ ഏത് ഗ്രേഡിനാണ് കമ്പൽസറി ആയിട്ടുള്ളത്? എന്നുള്ളതാണ്. ഓപ്ഷൻ എ 1 to 5, ഓപ്ഷൻ ബി 6 to 8, ഓപ്ഷൻ സി 9 to 12. ഏതാണ്? നമ്മൾ നേരത്തെ പറഞ്ഞതാണ് 9 to 12 ആണ്, അല്ലേ? ഏതാണ് ആൻസർ? 9 to 12. വൊക്കേഷണൽ എഡ്യൂക്കേഷൻ അല്ലെങ്കിൽ ടെക്നോളജിക്കൽ എഡ്യൂക്കേഷൻ ഒക്കെ കമ്പൽസറി ആക്കുന്നത് 9 മുതൽ 12 വരെയുള്ള ഗ്രേഡിനാണ്. ഇനി 19th ക്വസ്റ്റ്യൻ, ദീക്ഷ ഡിജിറ്റൽ ഇൻഫ്രാസ്ട്രക്ചർ ഫോർ നോളജ് ഷെയറിംഗ്. നിങ്ങൾ ദീക്ഷ എന്താണെന്നുള്ളതൊക്കെ നിങ്ങൾ ഇത് പഠിച്ചു വെച്ചിരിക്കണം. അപ്പോൾ ദീക്ഷ ഡിജിറ്റൽ ഇൻഫ്രാസ്ട്രക്ചർ ഫോർ നോളജ് ഷെയറിംഗ് പ്ലാറ്റ്ഫോം ഇത് എന്തിനു വേണ്ടിയിട്ടുള്ളതാണ് എന്നുള്ളതാണ്. ഓപ്ഷൻ എ ഓൺലൈൻ ടീച്ചിങ്, ബി റിസർച്ച്,
സി എക്സാംസ് ആൻഡ് ഡി സ്കോളർഷിപ്പ്. എന്തിനായിരിക്കും ദീക്ഷ എന്ന് പറയുന്നത്? ഡിജിറ്റൽ ഇൻഫ്രാസ്ട്രക്ചർ ഫോർ നോളജ് ഷെയറിംഗ് എന്ന് പറയുന്ന പ്ലാറ്റ്ഫോം എന്തിനു വേണ്ടിയിട്ടുള്ളതാണ്? ഇത് ഓൺലൈൻ ടീച്ചിങ്ങിന് വേണ്ടിയിട്ടുള്ളതാണ്. ഓപ്ഷൻ എ ആണ് ആൻസർ. ഇത് 2017 ഈ ദീക്ഷ മിനിസ്ട്രി ഓഫ് എഡ്യൂക്കേഷൻ ആരംഭിച്ചത് 2017. ഓക്കെ, അപ്പൊ പഠനം സാങ്കേതികപരമായിട്ട് എളുപ്പമാക്കുന്നതിന് വേണ്ടിയിട്ടാണ് ഈ ദീക്ഷ എന്ന പ്ലാറ്റ്ഫോം കൊണ്ടുവന്നത്. അപ്പൊ അതേപോലെ തന്നെ എല്ലാ വിദ്യാർത്ഥികൾക്കും എന്താണ് സൗജന്യം വിദ്യാഭ്യാസം നൽകുക, അധ്യാപന പരിശീലനം ഓൺലൈനായി നടത്തുക തുടങ്ങിയ കാര്യങ്ങളെല്ലാം ഈ ദീക്ഷ പ്ലാറ്റ്ഫോമിൽ അതിന്റെ ഒരു എയിമായിട്ട് നമുക്ക് പറയാം കേട്ടോ. അധ്യാപന പരിശീലനം ഓൺലൈനായി നടത്തുക, എല്ലാ വിദ്യാർത്ഥികൾക്കും സൗജന്യ വിദ്യാഭ്യാസം, അതേപോലെ തന്നെ എന്താണ് ഈ പഠനം സാങ്കേതികപരമായിട്ട് എളുപ്പമാക്കൽ തുടങ്ങിയ കാര്യങ്ങളെല്ലാമാണ് ഈ ഒരു ദീക്ഷ പ്ലാറ്റ്ഫോം കൊണ്ട് ഉദ്ദേശിച്ചിരിക്കുന്നത്. ഓക്കെ ആണല്ലോ. ഇനി നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, സ്വയം സ്റ്റഡി വർക്ക്സ് ഓഫ് ആക്റ്റീവ് ലേണിംഗ് ഫോർ യങ് ആസ്പയറിംഗ് മൈൻഡ്സ്. സ്വയം പ്ലാറ്റ്ഫോം എന്താണ്? ഈ സ്വയം പ്ലാറ്റ്ഫോം എന്തിനു വേണ്ടിയിട്ടുള്ളതാണെന്നാണ് ചോദ്യം. ഓപ്ഷൻ എ ഡിജിറ്റൽ കോഴ്സസ്, ബി ടീച്ചർ ഇവാലുവേഷൻ, സി വൊക്കേഷണൽ ട്രെയിനിങ് ആൻഡ് ഡി സ്കോളർഷിപ്പ്. എന്തായിരിക്കും? സ്റ്റഡി വെബ്സ് ഓഫ് ആക്റ്റീവ് ലേണിംഗ് ഫോർ യങ് ആസ്പയറിംഗ് മൈൻഡ്സ്. ആ വെബ് എന്നുള്ളത് കേൾക്കുമ്പോൾ തന്നെ അറിയാം എന്താണ്? ഡിജിറ്റൽ കോഴ്സാണിത്. എന്താണ്? ഒരു ഡിജിറ്റൽ കോഴ്സാണ്. സ്വയം എന്ന് പറയുന്ന ഒരു ഡിജിറ്റൽ കോഴ്സാണ്. ഇതും 2017 ഇൻട്രൊഡ്യൂസ് ചെയ്തത്. ഓക്കെ, അപ്പോൾ ഇതിൻ്റെയൊക്കെ ഒരു പ്രധാന ലക്ഷ്യം എന്ന് പറഞ്ഞാൽ ഡിജിറ്റൽ കോഴ്സുകൾ നടത്തുക. അപ്പോൾ ഇതൊരു മൂക്സ് എന്ന് പറയും, MOOCs, ആ മാസീവ് ഓപ്പൺ ഓൺലൈൻ കോഴ്സസ് ഒക്കെ നടത്തി സർട്ടിഫിക്കറ്റുകൾ കൊടുക്കുക തുടങ്ങിയ കാര്യങ്ങളൊക്കെയാണ്. അപ്പോൾ ഒരു ഏകദേശം ഒരു ചുരുക്കി പറയുകയാണെങ്കിൽ ഒരു ഡിജിറ്റൽ കോഴ്സിന് വേണ്ടിയിട്ടുള്ള ഒരു സൗജന്യ ഓൺലൈൻ പ്ലാറ്റ്ഫോമാണ് ഈ സ്വയം എന്ന് പറയുന്നത് കേട്ടോ. അപ്പോൾ ഡിജിറ്റൽ കോഴ്സുകൾക്കായിട്ടുള്ള ഒരു സൗജന്യ ഓൺലൈൻ പ്ലാറ്റ്ഫോമാണ് ഈ സ്വയം എന്ന് പറയുന്നത്. അപ്പോൾ 24/7 നമുക്ക് ഏത് കോഴ്സും എന്ത് ചെയ്യാൻ പറ്റും, ഇവിടെ നമുക്ക് ലഭിക്കും. അത് നമുക്ക് അറ്റൻഡ് ചെയ്യാം, എന്നിട്ട് നമുക്ക് സർട്ടിഫിക്കറ്റ് ലഭിക്കുകയും ചെയ്യും. ഓക്കെ, അതിന് വേണ്ടിയിട്ടുള്ള ഒരു പ്ലാറ്റ്ഫോമാണ് സ്വയം എന്ന് പറയുന്നത്. അപ്പോൾ ഡിജിറ്റൽ കോഴ്സിന് വേണ്ടിയിട്ടുള്ള ഒരു സൗജന്യ പ്ലാറ്റ്ഫോമാണ് സ്വയം. 21ാമത്തെ ക്വസ്റ്റ്യൻ, നാഷണൽ ഡിജിറ്റൽ ലൈബ്രറി എന്തിനുള്ളതാണ്? എന്താണ് നാഷണൽ ഡിജിറ്റൽ ലൈബ്രറി? ഓപ്ഷൻ എ ബുക്ക് ഡിസ്ട്രിബ്യൂഷൻ, ബി ഡിജിറ്റൽ കണ്ടന്റ് അസസ്, സി എക്സാം കണ്ടക്ഷൻ ആൻഡ് ഡി സ്കോളർഷിപ്പ്. എന്തിനുള്ളതാണ് നാഷണൽ ഡിജിറ്റൽ ലൈബ്രറി? നമുക്ക് ആ ലൈബ്രറി എന്നുള്ള പേര് കേൾക്കുമ്പോൾ തന്നെ നിങ്ങൾക്ക് അറിയാം എന്തായിരിക്കും. ഓപ്ഷൻ എ ചിലപ്പോൾ ചിലർക്ക് ഡൗട്ട് ഉണ്ടാകും, ഓപ്ഷൻ ബി ചിലർക്ക് ഉണ്ടാകും. എന്തായാലും ഓപ്ഷൻ ബി ആണ് ആൻസർ. ഡിജിറ്റൽ കണ്ടന്റ് അസസ് ആണ്. ഈ നാഷണൽ ഡിജിറ്റൽ ലൈബ്രറി DGLI എന്നാണ് കേട്ടോ, നാഷണൽ ഡിജിറ്റൽ ലൈബ്രറി. ഇത് 2018 ICT പദ്ധതിയുടെ ഭാഗമായിട്ട് ആരംഭിച്ചതാണ് ഈ നാഷണൽ ഡിജിറ്റൽ ലൈബ്രറി എന്ന് പറയുന്നത്. IIT ഖരഗ്പൂർ ആണ് ഇത് വികസിപ്പിച്ചതെന്നും കൂടി ഒന്ന് ഓർത്തു വെക്കുക. ഇത് ഡിജിറ്റൽ പഠന സാമഗ്രികൾ ലഭ്യമാക്കുന്നതിന് വേണ്ടിയിട്ടാണ് ഈ നാഷണൽ ഡിജിറ്റൽ ലൈബ്രറി ആരംഭിച്ചിരിക്കുന്നത്. ഇപ്പോൾ പുസ്തകങ്ങൾ, അതേപോലെ ജേണലുകൾ, പിന്നെ ഗവേഷണ ലേഖനങ്ങൾ, വീഡിയോകൾ എന്നിവ ഒറ്റ സ്ഥലത്ത് ലഭ്യമാക്കുന്നതിന് വേണ്ടിയിട്ടുള്ള ഒരു പ്ലാറ്റ്ഫോമാണ് നാഷണൽ ഡിജിറ്റൽ ലൈബ്രറി എന്ന് പറയുന്നത്. അപ്പോൾ സ്കൂൾ മുതൽ ഗവേഷണ തലം വരെയുള്ള പഠന വിഭവങ്ങൾ ലഭ്യമാക്കുന്നതിന് വേണ്ടിയിട്ടുള്ളതാണ് ഈ നാഷണൽ ഡിജിറ്റൽ ലൈബ്രറി. ഇതും 24/7 എന്ന രീതിയിൽ സൗജന്യമായിട്ട് ഡിജിറ്റൽ പഠന അസസ് നമുക്ക് ലഭ്യമാക്കാൻ വേണ്ടിയിട്ട് ഉള്ള ഒരു സംഭവമാണ് ഈ നാഷണൽ ഡിജിറ്റൽ ലൈബ്രറി എന്ന് പറയുന്നത്. ഓക്കെ, അപ്പൊ നാഷണൽ ഡിജിറ്റൽ ലൈബ്രറി എന്ന് പറയുന്ന ഒരു ഡിജിറ്റൽ കണ്ടന്റ് അസസ് ആണെന്നുള്ളത് ഓർക്കുക. ഡിജിറ്റൽ കണ്ടന്റ് അസസ്. ഓക്കെ, അപ്പോൾ ഇത്രയും ചോദ്യങ്ങളാണ് ഞാൻ ഇതിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നത്. ഇനി ഞാൻ ആദ്യം പറഞ്ഞിരുന്നു ഈ നാഷണൽ എഡ്യൂക്കേഷൻ പോളിസി 2020 ആ ഒരു സ്റ്റേജസ് ഏതൊക്കെയാണെന്നുള്ളതും, അതേപോലെ തന്നെ എന്താണ് അത് ഏജ് ഗ്രൂപ്പും അത് ഫോക്കസ് ചെയ്യുന്നതും അതിന്റെ ക്ലാസ്സസും കൂടി ഒന്ന് പറയാം. ഓക്കെ, അപ്പോൾ പുത്തൻ വിദ്യാഭ്യാസ നയം 2020 അനുസരിച്ച് എത്ര സ്റ്റേജാണ് ഉള്ളത് നോക്കിക്കേ. 1, 2, 3, 4 സ്റ്റേജസ് അല്ലേ. അപ്പോൾ അത് ഫൗണ്ടേഷണൽ സ്റ്റേജ്, പ്രിപ്പറേറ്ററി സ്റ്റേജ്, മിഡിൽ സ്റ്റേജ് ആൻഡ് സെക്കൻഡറി സ്റ്റേജ്. അപ്പോൾ ഫൗണ്ടേഷണൽ സ്റ്റേജ് എന്ന് പറയുന്നത് ഏതൊക്കെ ക്ലാസ്സസ് ആണ്? പ്രീ സ്കൂൾ മുതൽ 2nd ക്ലാസ് വരെയാണ്. പ്രീ സ്കൂൾ ടു 2 ക്ലാസ് 2 വരെയാണ്. ഇത് ഏജ് ഗ്രൂപ്പ് ഏതാണെന്ന് ചോദിച്ചാൽ 3 to 8 വരും. 3 to 8 ആണ്. 3 to 8 ആണ്. ഇനി ഈ ഫൗണ്ടേഷണൽ സ്റ്റേജ് ഫോക്കസ് ചെയ്യുന്നത് ഏത് ലേണിങ്ങിനാണെന്ന് ചോദിച്ചാൽ പ്ലേ ബേസ്ഡ് ലേണിംഗ്. എന്താണ് പ്ലേ ബേസ്ഡ് ലേണിംഗ്? ആൻഡ് FLN
എന്ന് പറയുമ്പോഴത്തേക്കിനും അതായത് FLN എന്നുകൊണ്ട് ഉദ്ദേശിക്കുന്നത് എന്താണെന്നറിയോ? കുട്ടികൾ ലേണിങ്ങിനകത്തും അതേപോലെ നമ്പേഴ്സിനകത്തും എന്തായിരിക്കണം, അവര് ഫോക്കസ് ഓൺ ലേണിംഗ് എന്ന നമ്പർ, അതാണ് FLN. അപ്പോൾ അവർ ലേണിംഗ് പഠനം, അതായത് ഇപ്പോൾ വാക്കുകൾ പറയുന്നതിനകത്തായാലും കാര്യങ്ങൾ പുസ്തകങ്ങൾ വായിക്കുന്നതിനകത്തായാലും അതേപോലെ തന്നെ നമ്പർ സിസ്റ്റം, എണ്ണൽ സംഖ്യകളൊക്കെ മനസ്സിലാക്കുക, കൂട്ടാനും കുറയ്ക്കാനും ഒക്കെ പഠിക്കുക. ഇതെല്ലാം എന്ത് ചെയ്തിരിക്കണം, ഈ പ്രീ സ്കൂൾ തലം 3 മുതൽ 8 വയസ്സ് വരെയുള്ള ആ ഒരു പ്രായത്തിനകത്ത് കുട്ടികൾ അത്രയും സ്വായത്തമാക്കിയിരിക്കണം. അതാണ് ഫോക്കസ് ചെയ്യുന്നത്. ഓക്കെ, അപ്പൊ 2 കാര്യങ്ങളാണ്, ഒന്ന് പ്ലേ ബേസ്ഡും അടുത്തത് FLN. ഓക്കെ, അടുത്ത സ്റ്റേജ് എന്ന് പറയുന്നത് പ്രിപ്പറേറ്ററി സ്റ്റേജ് ആണ്. അത് 3 to 5 ആണ്. ക്ലാസ് എന്ന് പറയുന്നത് 3 to 5 ആണ്. ഏജ് ഗ്രൂപ്പ് 8 to 11 ആണ്. ഇവിടെ ഫോക്കസ് ചെയ്യുന്നത് എന്താണ്, കൺസെപ്ച്വൽ ലേണിംഗ് ആണ്. അറിയാലോ, കൺസെപ്ച്വൽ ലേണിംഗ് എന്ന് പറയുമ്പോൾ വസ്തുനിഷ്ഠമായിട്ടുള്ള കാര്യങ്ങൾ കുട്ടികൾക്ക് മനസ്സിലാക്കി കൊടുക്കുക, കോൺക്രീറ്റ് ആയിട്ടുള്ള കാര്യങ്ങൾ, കൺസെപ്റ്റുകൾ, ഓരോ കൺസെപ്റ്റുകൾ. ഓക്കെ, അപ്പോൾ കൺസെപ്റ്റ് കുട്ടികൾ എന്ത് ചെയ്യണം, ആശയങ്ങൾ മനസ്സിലാക്കാൻ വേണ്ടി പഠിക്കുക. ഓക്കെ, ആശയങ്ങൾ മനസ്സിലാക്കി തുടങ്ങേണ്ട ഒരു പ്രായമാണ് 8 മുതൽ 11 വയസ്സ് വരെ, 3 to 5. ഓക്കെ, അതാണ് കൺസെപ്ച്വൽ ലേണിംഗ്. ദെൻ സ്റ്റേജ് 3 വരുന്നത് മിഡിൽ സ്റ്റേജ് ആണ്. അത് ഏതാണ്, ക്ലാസ് 6 മുതൽ 8 വരെ. മിഡിൽ ഇതെന്ന് പറയുമ്പോൾ 6 മുതൽ 8 വരെയാണ്. ഏജ് ഗ്രൂപ്പ് 11 to 14 ആണ്. അവിടെ എന്താ ഫോക്കസ് ചെയ്യുന്നത്, ആ ഒരു മിഡിൽ സ്റ്റേജിൽ ഫോക്കസ് ചെയ്യുന്നത് സബ്ജക്റ്റ് ലേണിംഗ്, അതേപോലെ സ്കിൽസ്. എന്താണ്, സബ്ജക്റ്റ് ലേണിംഗും സ്കിൽസുമാണ് അവിടെ ഫോക്കസ് ചെയ്യുന്നത്. ഓക്കെ, ദെൻ സെക്കൻഡറി സ്റ്റേജിലേക്ക് വരുമ്പം 9 to 12 ആണ് സെക്കൻഡറി സ്റ്റേജ് എന്ന് പറയുന്നത്. ഏജ് ഗ്രൂപ്പ് 14 to 18 ഇയേഴ്സ് ആണ്. അപ്പോൾ ഇവിടെ ഫോക്കസ് ചെയ്യുന്നത് എന്താണ്, സെക്കൻഡറി സ്റ്റേജിൽ എഡ്യൂക്കേഷൻ ഫോക്കസ് ചെയ്യുന്നത് മൾട്ടി ഡിസിപ്ലിനറി അതേപോലെ ഫ്ലെക്സിബിൾ ആയിട്ടുള്ള എഡ്യൂക്കേഷനുമാണ്. എങ്ങനെയാണ്, മൾട്ടി ഡിസിപ്ലിനറി ആൻഡ് ഫ്ലെക്സിബിൾ എഡ്യൂക്കേഷൻ. ഇതാണ് ഈ നാഷണൽ എഡ്യൂക്കേഷൻ പോളിസി 2020 ആ സ്റ്റേജസ് എന്ന് പറയുന്നത്. ഇത് നിങ്ങൾ പഠിച്ചു വെക്കുക. അപ്പോൾ ഈ ഓരോ സ്റ്റേജസ് അല്ലെങ്കിൽ അത് ഫോക്കസ് ചെയ്യുന്നത് ഏതാണെന്നൊക്കെ പരീക്ഷയ്ക്ക് ചോദിക്കാറുണ്ട്. അപ്പോൾ ഇത് പഠിച്ചുകൊണ്ട് തന്നെ പോവാൻ നിങ്ങൾക്ക് നഷ്ടമൊന്നും വരാനില്ലല്ലോ. ഓക്കെ, അപ്പോൾ ഇത്രയും കാര്യങ്ങൾ നിങ്ങൾക്ക് ക്ലിയർ ആയെന്ന് ഞാൻ വിചാരിക്കുന്നു. അപ്പോൾ മറ്റു ക്വസ്റ്റ്യൻസുമായിട്ട് നമുക്ക് വീണ്ടും കാണാം. നന്നായിട്ട് പഠിച്ച് സെറ്റായി എല്ലാവരും നന്നായിട്ട് എക്സാം എഴുതുക. എല്ലാവരും ആശിക്കുന്നത് പോലെ തന്നെ നിങ്ങളുടെ HSA ആകാൻ നിങ്ങൾക്ക് സാധിക്കട്ടെ, അല്ലെങ്കിൽ HST ആകാനായിട്ട് എത്രയും പെട്ടെന്ന് നിങ്ങൾക്ക് സാധിക്കട്ടെ. എൻ്റെ എല്ലാ ആശംസകളും ഒരിക്കൽ കൂടി ഞാൻ നേരുന്നു. താങ്ക് യു.